പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൗണ്ടൊക്കെ പോയേട്ടാ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റിൻ്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം 2980 സ്ക്വയർ ഫീറ്റിൽ 4 BHK ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇറ്റ്സ് മീ സുനി. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ളോഗ്. നമ്മുടെ ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ മിനിമലിസ്റ്റിക് രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കോമ്പൗണ്ട് വാളും അതോടൊപ്പം തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഗേറ്റാണ്. അപ്പം ശരിക്കും ഇപ്പം നമ്മുടെ എല്ലാ ഗേറ്റുകളും ഇപ്പോൾ ഓട്ടോമാറ്റഡാണ്. ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോഡ് ലെവലിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരിക്കും നല്ലൊരു ഫീലാണ്. ഒരു ഈവനിങ്ങിലൊക്കെ ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസിൽ നിങ്ങൾ ഒട്ടുമിക്കപ്പോഴും എന്നെ മാത്രമാണ് കാണുന്നത്. നമുക്ക് SR ലക്ഷറി എന്ന് പറഞ്ഞിട്ടൊരു ആർക്കിടെക്ചറൽ ഫേമുണ്ട്. അപ്പം ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ആർക്കിടെക്റ്റുമായിട്ടുള്ള ഷെഫീർ എന്ന് പറയുന്ന ശരിക്കും ഇദ്ദേഹമാണ് ക്യാമറയുടെ മുന്നിൽ വരാനായിട്ട് ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു പ്രോജക്റ്റ് എൻ്റെയർ ഇതിൻ്റെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഷെഫീറാണ്. ഒരു വീടിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക്കായിട്ട് വേണ്ടത് ഒരു വീടിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ പ്ലാൻ നന്നാവണം. പ്ലാൻ നന്നായി കഴിഞ്ഞാൽ വീട് നന്നാവും. പിന്നെ ഫർണിച്ചർ അറേഞ്ച്മെൻറ്റ്സ്, വിൻഡോ അറേഞ്ച്മെൻറ്റ്സ്, നമുക്ക് അതായത് ഫർണിച്ചറിൻ്റെ ആ ബ്ലോക്ക് നമുക്ക് വിൻഡോയിൽ വരരുത്. അങ്ങനെ പാസേജ് ഇഷ്യൂസ്, കോർട്ട്യാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന പിന്നെ മറ്റൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് കുറേ അധികം പൈസ എക്സ്റ്റീരിയറിനൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കും. ലാൻഡ്സ്കേപ്പിങ്ങിൽ തൊടില്ല. നമ്മളെ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് അല്ലേ. ഇവിടുത്തെ കുട്ടിയൊക്കെ കളിക്കാനായാലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ക്ലൈൻറ്റ് ഒരു കാര്യങ്ങളിലും ഇടപെട്ടിട്ടില്ല. മാക്സിമം നമ്മുടെ ഇഷ്ടത്തിന് വിട്ട് തന്നൊരു പ്രോജക്റ്റാണ്. അപ്പം ഇതിൻ്റെ മിറ്റം കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു, നമുക്ക് 3x2 ബാംഗ്ലൂർ സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3x1 ബാംഗ്ലൂർ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ശരിക്കും ബാംഗ്ലൂർ സ്റ്റോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ സൈസ് ആണെങ്കിൽ അത് പിന്നെ ബ്രോക്കൺ ആവാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ കുറച്ച് ഈസി ആയിട്ട് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കുറേയധികം ബുദ്ധിമുട്ടിയ ഒരു സൈറ്റ് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് ഇത് ചെയ്യാനുള്ളൊരു കാര്യം? ഈ ഒരു സാധാരണ പതിവിലും കണ്ടുവരുന്ന ഒരു ലെവൽ സർഫസ് അല്ല. അതെ, നമ്മുടെ വീടിന് മാച്ചാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു ചെറുവ് കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട് ഏരിയാസ് കാര്യങ്ങളൊക്കെ ആ ഒരു ഷേപ്പ്, ഒരു ആംഗിൾ ഷേപ്പിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ മെക്സിക്കൻ ഗ്രാസ് ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ കോട്ടയത്തൊരു പ്രോജക്റ്റ് ഇട്ടുണ്ട്. അവിടെ നമ്മൾ ചെയ്തിരുന്നത് നമ്മുടെ ബഫല്ലോ ഗ്രാസ് ആയിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം മെയിൻ്റനൻസ് ഫ്രീ അല്ല, പെട്ടെന്ന് വളരും അല്ലേ. അപ്പോൾ കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പാടാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ചാലും മറ്റൊരു കാര്യം കാണാനായിട്ട് പറ്റും. ഈ ഒരു പില്ലർ ശരിക്കും നമ്മൾ ഡ്രോയിങ്ങിൻ്റെ സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഒറ്റ പില്ലറിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട്. കാരണം നമ്മുടെ വണ്ടി കയറാനുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഒറ്റ പില്ലറിലേക്ക് ഈ സാധനം കൊണ്ടുവന്നത്. ഈ വീട് ശരിക്കും പറഞ്ഞാൽ കുറേയധികം ബോക്സുകൾ കൊണ്ടിട്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഫ്രണ്ട് സൈഡിൽ അത്യാവശ്യം നല്ലൊരു ബോക്സ്, അതിൻ്റെ അടിയിലൊരു പ്ലാന്റ് വെക്കാനുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഇതൊരു കോമൺലി ഒരു വഴിയായതുകൊണ്ട് തന്നെ ഇവിടെ ഭാവിയും കൂടെ കണ്ടിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഒരു ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എലിവേഷൻ്റെ ഭംഗിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ബെഡ്, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബെഡ് ഇതിനകത്തേക്കാണ് വരുന്നത്. ഇനി സിറ്റ് ഔട്ടിലേക്ക് വരുവാണെങ്കിൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലുള്ള സിറ്റ് ഔട്ടാണ്. ഇവിടെ നമ്മുടെ ഗാലക്സി ഗ്രാനൈറ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ എന്നാൽ അത്യാവശ്യം ഒരു 3 ചെയർ ഇടാൻ പറ്റുന്ന ആ ഒരു സ്പേസിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് തുറന്ന് അകത്തേക്ക് കയറിയാൽ വിശാലമായ ഹോൾ റൂമാണ് നമ്മൾ കാണുന്നത്. വളരെ സിമ്പിളായിട്ടും എന്നാൽ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത് ഡബിൾ ഹൈറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ ചൂട് കാര്യങ്ങളെല്ലാം നല്ല കുറവാണ്. അതുപോലെ തന്നെ പിന്നെ വൈഡായിട്ടുള്ള വിൻഡോസ് കാര്യങ്ങൾ, അതിനകത്ത് തന്നെ നമ്മുടെ സീബ്ര ബ്ലൈൻഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്.
സിമ്പിളായിട്ടുള്ള ഹെവി ഒരു ടി വി യൂണിറ്റ് വളരെ മിനിമലിസ്റ്റിക് ഒരു ഇതിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ GIയിൽ ഗോൾഡൻ ഫിനിഷ് വെച്ചിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വളരെ ഒരു എന്താ പറയുക സെമി സർക്കിൾ ഗ്ലാസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ക്ലാഡിംഗ് സ്റ്റോൺ വെച്ചിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഈ ഒരു തീമിന് തന്നെ ഇത് പൂർണ്ണമായിട്ടും നമുക്കൊരു ടീക്വുഡ് ഡിസൈനിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റെയർ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂവിൽ ഒന്നാണ് ഈ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇവിടെ ഒരു പൂള് പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പം ആ ക്ലയൻറ്റിൻ്റെ ഒരു കുഞ്ഞു കുട്ടിയായതുകൊണ്ട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ചെറിയ ഒരു എന്താ പറയുക ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇവിടെ നമ്മൾ UPVC സ്ലൈഡിങ് ഡോസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. അത്യാവശ്യം ഒരു 6 ചെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. എന്താണ് കൂടുതലും വൈറ്റ് കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി കിച്ചണിലേക്ക് വരുവാണെങ്കിൽ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബർഗണ്ടി വൈറ്റ് തീമിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WPC ആണ്, സ്കെയിൽ വുഡിലാണ് പൂർണ്ണമായിട്ടും ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കിച്ചണോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു വർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ വുഡൻ പ്ലാങ്ക്സ് ആണ്. ഇതും WPC വെച്ചിട്ടാണ് ഈ ഒരു കിച്ചണും ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഡൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ലിവിങ്ങും ഒക്കെ ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആർക്കി ഡ്രൈവ് പോലെ ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ GI ട്യൂബ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഗോൾഡൻ ഫിനിഷ് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു പ്ലാൻ ബോക്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു പ്രെയർ ഏരിയ ഉണ്ട്, ഒരു അബ്ലൂഷൻ സ്പേസ്. അതുപോലെ ചെറിയ രീതിയിലുള്ളൊരു പ്രെയർ ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ പുറമേ കാണുന്ന ഒരു ബോക്സ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പം നമ്മളത് അങ്ങനെ കൊടുത്തത് കൊണ്ട് എലിവേഷന് നല്ലൊരു ഭംഗിയും കിട്ടി. അതുപോലെ തന്നെ ഈ റൂമിലേക്ക് ഏകദേശം നല്ലൊരു ഏരിയയും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വാർഡ്രോബ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷൻ ഉപയോഗിച്ചിട്ടാണ്. വളരെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. താഴെ ഇനി ഒരു റൂം കൂടിയുണ്ട്. ഇതേപോലെ തന്നെയാണ് മുകളിൽ 2 ബെഡ്റൂം കൂടെ വരുന്നത്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഫുള്ളായിട്ട് ഒരു വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ ബ്ലൈൻഡ്സിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ഒക്കെയാണ് നമ്മൾ കളർ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത്. മുകളിലും വളരെ സിമ്പിളായിട്ട് തന്നെ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഗാലക്സിയാണ്, ഗാലക്സി ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം നമ്മുടെ നിച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ടീക്വുഡ് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡ് റെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ടീക്വുഡിൽ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡബിൾ ഹൈറ്റ് കൊണ്ട് തന്നെ ഇവിടെ മാക്സിമം ചൂട് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വൈഡായിട്ടുള്ള ഒരു ലെങ്തി ഗ്ലാസ്, അതായത് ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ലിവിങ് ഹാളിലേക്ക് നല്ല രീതിയിൽ തന്നെ ലൈറ്റ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിലുള്ള ഒരു ബെഡ്റൂമാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഹെഡ് റെസ്റ്റ് എല്ലാം ഈ പറയുന്ന ഒരു ബെയ്ജ് അല്ലെങ്കിൽ ഒരു ഐവറി ഫിനിഷ് ഒരു കളറിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഈ ബെഡ്റൂമിൽ നമ്മൾ ഈ കാണുന്ന ബേ വിൻഡോ അടിപൊളി ഒരു കൺസെപ്റ്റാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ഇരിക്കാനോ കിടക്കാനോ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഉപരി ഇവിടെ നിന്നിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഈ ബ്ലൈൻഡ്സ് പൂർണ്ണമായിട്ട് ഉയർത്തിയാൽ നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ ഫുൾ മിറ്റമാണ്. ശരിക്കും ഒരു രക്ഷയില്ലാത്ത ആ ഒരു വിഷ്വലാണ് ഇവിടെ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഹോം ടൂറിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ഡ്രോയിങ്, അതുപോലെ തന്നെ എൻറ്റയർ വർക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്പർ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ സംശയങ്ങളോ എന്തോ ആയിക്കോട്ടെ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.